വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നല്ല രുചിയുള്ള ഒരു പാൽപ്പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പും 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പൊ വെള്ളം ആദ്യം ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. മുട്ടയുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് വെള്ളത്തിന്റെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും. അപ്പൊ 1/4 കപ്പ് ചേർത്ത് കൊടുത്ത് അടിച്ചു നോക്കിയിട്ട് പിന്നെ ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ബാറ്റർ ഒരുപാട് തിക്കായിട്ടും ആവരുത്, എന്നാൽ ഒരുപാട് വെള്ളം പോലെ ആവരുത്. നമ്മൾ നീർദോശക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ബാറ്ററിന്റെ ലൂസിൽ മതി കേട്ടോ. അതായത് നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ പാകത്തിലുള്ള ലൂസിലാവണം മാവ്. ഇനിയിപ്പോ നമുക്ക് ദോശ ചുട്ടെടുക്കാം. മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതിനായിട്ട് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. പാന് നല്ല ചൂടായിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെക്കാം. അപ്പൊ മുകൾ ഭാഗം പെട്ടെന്ന് തന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. വേണമെങ്കിൽ നമുക്ക് അടച്ചു വെക്കാം കേട്ടോ, അടച്ചു വെക്കണം എന്നില്ല. അപ്പൊ ഇങ്ങനെ തന്നെ മുകൾ ഭാഗം പെട്ടെന്ന് ഡ്രൈ ആയിട്ട് വരും. എന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 2-3 സെക്കൻഡ് ഈ ഒരു ഭാഗം കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് എടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 6 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മളിത് പാൽപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള പാല് ചേർത്തിട്ടുള്ള മിക്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പൊ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ അലുമിനിയത്തിന്റെ ഒരു കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന്റെ അടിയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് വെച്ചിട്ട്. അപ്പൊ ഈ ഒരു നെയ്യ് നമ്മൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒന്ന് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു നെയ്യ് നമുക്ക് വേണമെങ്കിൽ മാവിലേക്കും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ മാവിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഈ ഒരു പാത്രത്തില് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി നെയ്യ്. അപ്പൊ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടും പിന്നെ അതിന്റെ മുകളിലും സൈഡിലും ഒക്കെ നന്നായിട്ട് തന്നെ നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആദ്യത്തെ ആ ഒരു ദോശ ഉണ്ടല്ലോ, ഒരു ദോശ ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മൾ മുട്ടയും പാലും ചേർന്നിട്ടുള്ള ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നമ്മൾ ദോശ വെച്ച് കൊടുക്കാം. വീണ്ടും നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ദോശ എത്രയാണോ ചുട്ടെടുത്തിട്ടുള്ളത് അത് തീരുന്നത് വരെ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഓരോ ലെയറായിട്ട് അങ്ങനെ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ദോശയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ മുട്ടയും പാലും ചേർന്നിട്ടുള്ള ഈ ഒരു മിക്സ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇഡ്ഡലി ചെമ്പ് ഒരു 5 മിനിറ്റോളം ഇതുപോലെ ഒരു റിങ് വെച്ചിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി റിങ്ങിന്റെ മുകളിലേക്ക് നമ്മുടെ പാൽപ്പത്തിരിയുടെ പാത്രം ഇറക്കി വെച്ചിട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 1/2 മണിക്കൂറാണ് കേട്ടോ ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിന്റെ അളവിനനുസരിച്ചിട്ടും കട്ടിക്കനുസരിച്ചിട്ടൊക്കെ വലുപ്പത്തിനനുസരിച്ചിട്ടൊക്കെ ഈ ഒരു ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. അപ്പൊ 1/2 മണിക്കൂർ കൃത്യമായപ്പോഴേക്കും ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് പുറത്തെടുത്ത് വെച്ച് നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അടിയിലുള്ള ബട്ടർ പേപ്പറൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം നമുക്കിത് തിരിച്ചു വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി പാൽപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്